ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ അപ്പൂസിൻ്റെ സ്കൂളിലെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ സ്കൂൾ യൂണിഫോമിലൊക്കെ കണ്ടപ്പോഴത്തേക്കിനും ഒത്തിരി ഇമോഷണലായി. പക്ഷേ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. മീൻസ് നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ കൊണ്ടാക്കുമ്പോൾ കരയും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഇതും ഇല്ലായിരുന്നു. അവൻ നല്ല ഹാപ്പി ആയിരുന്നു, എൻജോയ് ചെയ്താണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ സ്കൂളിലോട്ട് നടന്നു പോകുന്നൊരു 15 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നടന്ന് കൊണ്ടാക്കിയപ്പോൾ അവനവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഒരു 8:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ അവിടെ ഫ്രണ്ടിൽ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നൈസായിട്ട് ഇങ്ങനെ പറയുക അപ്പൂസിൻ്റെ അടുത്ത്, അപ്പൂസെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, കുട്ടികൾക്കൊന്നും അടി ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൻ ഓക്കെ അമ്മേ, എല്ലാം ഞാൻ ചെയ്തോളാം, ഓക്കെ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയെങ്കിലും ടെൻഷനാണ്. പക്ഷേ എനിക്ക് അറിയാം അവന് എല്ലാം അറിഞ്ഞ് ചെയ്തോളും, അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പറയാണ്, എല്ലാം ഓക്കെ ആയിട്ട് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് ക്ലാസ്സിലോട്ട് കയറ്റി വിടുകയാണ്. അപ്പോൾ അച്ഛനും ഉമ്മയൊക്കെ കൊടുത്ത് നേരെ അകത്ത് കയറി. എന്നിട്ട് ഞങ്ങൾക്ക് പോകാനൊരു ഭയങ്കര മടിയായിട്ട് ഞങ്ങളിങ്ങനെ നോക്കും അവൻ എന്താ ചെയ്തതെന്ന്. അപ്പോൾ ഇതാണ് അപ്പൂസിൻ്റെ സ്കൂള്. എന്നിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങനെ നടന്നപ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നടന്ന് ഞങ്ങൾ ലിഡിലിൽ പോകാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ കുറച്ച് തിങ്സ് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്വന്തം ലിഡിലിൽ എത്തിയിട്ടുണ്ട്. അപ്പം ലിഡിലിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ആദ്യം ചെല്ലുന്നത് നമ്മുടെ ബേക്കറി സെക്ഷനിലായിരിക്കുമല്ലോ. അപ്പം കുറച്ച് ഡോണട്ട്സും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എടുക്കാൻ തോന്നും. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ നേരത്തെ, എനിക്ക് ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിരുന്നു. ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടിട്ട്, അപ്പോൾ അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് വാങ്ങിക്കാനാണ് ഇവിടെ വന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിങ്സൊക്കെ എടുത്തു. അപ്പം നോക്കിയപ്പോഴത്തേക്കിനും അവിടെ സ്വീറ്റ് പൊട്ടറ്റോ ഇരിക്കുന്നത് കണ്ടു. അപ്പം എൻ്റെ ഹസ്ബൻഡിന് സ്വീറ്റ് പൊട്ടറ്റോ നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതും കൂടെ എടുത്തു. പിന്നെ അപ്പൂസിനെന്താ സ്കൂളിൽ ഫുഡെല്ലാം അവർ കൊടുത്തോളും. അപ്പം നമുക്ക് അവന് ഫ്രൂട്ട്സ് ഐറ്റംസ് സ്ട്രോബെറിയും ഗ്രേപ്സും മാത്രം അവർ കൊടുക്കത്തില്ല പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ലിഡിലിൽ നിന്ന് ഞാൻ സ്ട്രോബെറിയും ഗ്രേപ്സും മാത്രം വാങ്ങി, ബാക്കി എല്ലാ ഫ്രൂട്ട്സും അലൗഡ് ആണ് അവിടെ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് സ്ട്രോബെറിയും ഗ്രേപ്സും കൂടെ വാങ്ങിച്ചു. നല്ല ഫ്രഷ് ആയിരുന്നു, സ്ട്രോബെറിയും ഗ്രേപ്സും കൂടെ വാങ്ങിച്ചു. അങ്ങനെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഞാൻ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിങ് നടക്കുകയാണ് ഇവിടെ. ഞാൻ ബ്രസ്റ്റ് പീസാണ് നോക്കുന്നത്. അപ്പോൾ അത് കിട്ടി. കുറച്ച് റേറ്റാണ് ഇവിടുത്തെ ബ്രസ്റ്റ് പീസിന്. ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് അഫോർഡബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് എല്ലാവരും ലിഡിലിൽ വരുന്നത്. പിന്നെ ഞാനൊരു ക്രൊസാൻറ്റും കൂടെ എടുത്തു. രാവിലെ അപ്പൂസിനെ സ്കൂളിൽ വിടുന്ന ടൈമിൽ ഞാനും ഹസ്ബൻഡും ഒന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് അതും കൂടെ എടുത്തു കഴിക്കാനായിട്ട്. ബില്ലിങ് രാവിലെ ആയപ്പോഴും നല്ല ക്യൂ ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ബില്ലിംഗ് ഒക്കെ ചെയ്തിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് TK Maxx വന്നായിരുന്നു. ഹസ്ബൻഡിന് ചെടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പോട്ട് വേണമായിരുന്നു. അപ്പോൾ അത് കിട്ടിയില്ല. പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കേണ്ട ഒരു പോട്ട് എടുത്തു. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. അത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ലൂട്ടൺ മാളിൻ്റെ ആ ഒരു വഴി. അപ്പോൾ ലൂട്ടൺ മാളിൻ്റെ അടുത്ത് തന്നെ, ആ ഏരിയയിൽ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ ദിവസം ഇതായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.